അപ്പോൾ അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നമ്മൾ സ്റ്റഡീസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നമ്മൾ ആ കൺസൾട്ടൻസിയുടെ ബ്രാഞ്ചസിൻ്റെ എണ്ണമോ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റോ സിറ്റി സെൻറ്ററിൻ്റെ നടുക്കാണ് അതിൻ്റെ ഓഫീസ് ഉള്ളതോ എന്നീ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടൻസി ചൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത കാര്യം, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സ്റ്റഡീസിന് വേണ്ടി ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ മേലെ വേറൊരു യൂണിവേഴ്സിറ്റിയിലോട്ട് തന്നെ നമ്മൾ പോകണം എന്ന് ആ ഒരു കൺസൾട്ടൻസി നമ്മളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വിട്ടേക്കത്. അടുത്ത കൺസൾട്ടൻസി ത്രൂ അല്ലെങ്കിൽ ഇതിന് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വേ ത്രൂ അത് അപ്ലൈ ചെയ്യാം. നമ്മൾ നോക്കുക, ഒരിക്കലും ആ ഒരു രീതിയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. ആ ഒരു ഏജൻസി നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ചാർജ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപോ ശേഷമോ പേ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരാവശ്യമില്ല. അപ്പോൾ അടുത്ത കാര്യം പാർട്ട് ടൈമിനെ പറ്റിയിട്ടാണ്. പാർട്ട് ടൈം അസിസ്റ്റൻസ് നമ്മൾ ആ ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർട്ട് ടൈം കിട്ടാൻ മുൻപേ പോയിട്ടുള്ള അതേ കൺസൾട്ടൻസിയുടെ സ്റ്റുഡൻസ് ത്രൂവോ അല്ലെങ്കിൽ അവർക്ക് അവിടെയുള്ള കോൺടാക്ട്സ് ത്രൂവോ പാർട്ട് ടൈം അവർക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് കൺഫേം ചെയ്യുക. കാര്യം അതും ഏജൻസിയുടെ ഒരു കൺസിഡറേഷൻ തന്നെയാണ്. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്തു തരുന്ന കൺസൾട്ടൻസീസും കേരളത്തിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഒരു അറിവില്ലാണ്ട് കണാകണാകണമെന്ന് പറയുന്ന കൺസൾട്ടൻസി ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. കാരണം മിക്ക സ്റ്റുഡൻസും പോകുന്നത് പാർട്ട് ടൈമോടെ ചെയ്യണം സ്റ്റഡീസിൻ്റെ ഒപ്പം ഉള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം UK-യിലാണെങ്കിലും വീക്ക്ലി 2-3 ഡേയ്സ് ക്ലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട് സ്റ്റുഡൻസിന്. അടുത്ത കാര്യം അക്കോമഡേഷനാണ്. നിങ്ങളുടെ അക്കോമഡേഷനും ഇതേപോലെ തന്നെ അവരുടെ ഉള്ള കോൺടാക്ട്സ് വെച്ചിട്ട് അത് ചെയ്തു തരാൻ ആ കൺസൾട്ടൻസി ബാധ്യസ്ഥരാണ്. അതും നിങ്ങളുടെ ചുമതലയാക്കിയിട്ട് വരും. അഡ്മിഷൻ മാത്രം ചെയ്തു തരുന്ന കൺസൾട്ടൻസി ഇതിൽ പോകണമെന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ല കൺസൾട്ടൻസീസും നാട്ടിലുണ്ട്. പിന്നെ അവസാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഒരു ബ്രാഞ്ചുള്ള കൺസൾട്ടൻസി ആണെങ്കിലും 100 ബ്രാഞ്ചുകളുള്ള കൺസൾട്ടൻസി ആണെങ്കിലും ആരാണോ സർവീസ് ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ അവരെ ത്രൂ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ അപ്ലിക്കേഷൻ A to Z പ്രോസസ് ഭയങ്കര ഈസി ആയിരിക്കും നിങ്ങൾക്കപ്പോൾ. വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ. ബൈ.